ഈ വീഡിയോ തികച്ചും വിദ്യാഭ്യാസത്തിന് വേണ്ടി മാത്രമുള്ളതാണ്. സാമ്പത്തിക ഉപദേശം അല്ല. ക്രിപ്റ്റോ നിക്ഷേപങ്ങളിൽ ലാഭവും നഷ്ടവും നിങ്ങളുടെ തീരുമാനങ്ങൾ ആശ്രയിച്ചായിരിക്കും. ക്രിപ്റ്റോയിൽ ഹോട്ടായിട്ടുള്ള 5 നെഗറ്റീവ്സിനെ കുറിച്ച് നമ്മൾ പ്രീവിയസ് വീഡിയോയിൽ കണ്ടു. എന്നാൽ ഇനി നമ്മൾ അറിയേണ്ടത് നല്ല ഹോട്ടാവാൻ സാധ്യതയുള്ള ഒരു നെഗറ്റീവിനെ കുറിച്ചാണ്. അതായത് ഞാൻ സ്വന്തമായി ഗവേഷണം ചെയ്ത് കണ്ടുപിടിച്ചൊരു നെഗറ്റീവ്. അതാണ് ഓപ്പൺ ഗെയിം പ്രോട്ടോക്കോൾ എന്നുള്ളത്. എന്താണ് ഓപ്പൺ ഗെയിം പ്രോട്ടോക്കോൾ? ലോഞ്ച് എ ടോക്കൺ ഇൻ ടു എനി ഗെയിം ഇൻ എനി ബ്ലോക്ക് ചെയിൻ. അതായത് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഏതൊരു ഗെയിമിലേക്കും ഏതൊരു ബ്ലോക്ക് ചെയിനിലും ഒരു ടോക്കൺ ഇൻട്രൊഡ്യൂസ് ചെയ്യാം എന്നുള്ളതാണ് ഈ പ്രോട്ടോക്കോളിൻ്റെ പ്രത്യേകത. എന്താണ് ഓപ്പൺ ഗെയിം പ്രോട്ടോക്കോൾ? എങ്ങനെയാണ് ഒരു ടോക്കൺ ആ പ്രോട്ടോക്കോൾ ഉപയോഗിച്ച് ലോഞ്ച് ചെയ്യുക? എന്തുകൊണ്ടാണ് ഇതൊരു നല്ല നരേറ്റീവ് ആകാൻ സാധ്യതയുണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കുന്നത് എന്നറിയുന്നതിനായി ലെറ്റ്സ് ഡൈവ് ഇൻടു ദ വീഡിയോ അലോങ് വിത്ത് മീ ഫെബിൻ ആൻഡ്രൂസ്. ക്രിപ്റ്റോയിലെ വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു സെഗ്മെൻ്റാണ് ഗെയിമിംഗ് സെക്ടർ എന്നുള്ളത്. ഗെയിമിംഗ് സെക്ടറിൽ ഇഷ്ടംപോലെ ഗെയിംസും ഉണ്ട്, അതാത് ഗെയിംസിന് അതാത് ടോക്കൺസും ഉണ്ട്. പക്ഷേ ഇവിടെ എല്ലാം ഉള്ളൊരു കോമൺ പ്രശ്നം ഓരോ ടോക്കൺസും അതാത് ഗെയിംസിൻ്റെ ഉള്ളിലാണ് നിൽക്കുന്നതെന്നാണ്. അതായത് ഒരു കമ്മ്യൂണിറ്റിക്ക് വേണ്ടി 2-3 ഗെയിംസ് ഇറങ്ങിയാൽ ഓരോ ഗെയിംസിൻ്റെയും ടോക്കൺസ് അതാത് ഗെയിംസിൻ്റെ ഉള്ളിൽ നിൽക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു പ്രശ്നം സോൾവ് ചെയ്യുന്നതിനുള്ള ഒരു പ്രോട്ടോക്കോളാണ് ഓപ്പൺ ഗെയിം പ്രോട്ടോക്കോൾ. ഇതിൻ്റെ ഡെഫിനിഷൻ, അതായത് ഇതിൻ്റെ കീ വാല്യൂ തന്നെ ലോഞ്ച് എനി ഗെയിം ടോക്കൺ ഇൻ എനി ഗെയിം ഇൻ എനി ബ്ലോക്ക് ചെയിൻ എന്നുള്ളതാണ്. എങ്ങനെയാണ് അവരത് സാധ്യമാക്കുന്നത്? അതാണ് ഇനി നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. ഇതിനു വേണ്ടി നമ്മൾ ഷിബ ഇനു എന്നുള്ള ഒരു മീം കോയിൻ എടുക്കാം. അതായത് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു മീം കോയിൻ ആണ്. അവർക്ക് അല്ലെങ്കിൽ അവരുടെ കമ്മ്യൂണിറ്റിക്ക് ഈ പ്രോട്ടോക്കോൾ ഉപയോഗിച്ച് എങ്ങനെ ഗെയിംസ് ഉണ്ടാക്കാം, അല്ലെങ്കിൽ ഗെയിംസ് ഉണ്ടാക്കുന്നത് കൊണ്ട് എന്തൊക്കെയാണ് മെച്ചം എന്നാണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. ഈ പ്രോട്ടോക്കോളിൻ്റെ ഒന്നാമത്തെ ഐഡിയ എന്ന് പറയുന്നത് ഓരോ ആക്ച്വൽ കോയിനും അതിൻ്റെ ഇക്വലൻ്റ് ആയിട്ടുള്ള ഒരു ഗെയിം കോയിൻ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ എക്സാമ്പിളിൽ ഷിബ ഇനു എന്നുള്ള കോയിനാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അതുകൊണ്ട് അവരുടെ ഗെയിം ടോക്കൺ ജി ഷിബ എന്നായിരിക്കും. അതായത് മെയിൻ ടോക്കൺ ഷിബ, ഗെയിം ടോക്കൺ ജി ഷിബ എന്നാണ്. ഷിബ ഇനുവിൻ്റെ കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാർ ഷിബ ടോക്കൻ്റെ 22% ഈ പ്രോട്ടോക്കോളിൽ വന്ന് സ്റ്റേക്ക് ചെയ്ത ശേഷം ജി ഷിബ എന്നുള്ള ഒരു ടോക്കൺ മിൻറ്റ് ചെയ്യുന്നു. അത് മിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ടോക്കൺ മറ്റേത് ഗെയിംസിന് വേണ്ടിയും എംബഡ് ചെയ്യാവുന്ന രീതിയിലാണ് ഈ പ്രോട്ടോക്കോൾ അതിൻ്റെ API ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ഷിബ ഇനുവിൻ്റെ ടോക്കണായ ജി ഷിബ ഈ പ്രോട്ടോക്കോളിൽ ഉണ്ടാക്കി കഴിഞ്ഞു. എന്നിട്ട് ഒരു ഗെയിം ഡെവലപ്പറുടെ അടുത്ത് ഈ കമ്മ്യൂണിറ്റി പോയി ചോദിക്കുകയാണ്, ഞങ്ങൾ ഇങ്ങനെ ഒരു ജി ഷിബ എന്ന് പറയുന്ന ഒരു ടോക്കൺ ഉണ്ടാക്കിയിട്ടുണ്ട്, ക്യാൻ യു എംബഡ് ദിസ് ഇൻ യുവർ ഗെയിം? ലെറ്റ് അസ് എ PUBG എന്നുള്ള ഗെയിം ഡെവലപ്പറുടെ അടുത്താണ് പോകുന്നതെന്ന് വെക്കുക. അപ്പോൾ എന്തെങ്കിലും ഒരു ടേംസിൻ്റെ പുറത്ത് PUBGക്കാർ ഷിബ ഇനുവിൻ്റെ ടോക്കണായ ജി ഷിബ ഇൻക്ലൂഡ് ചെയ്യാൻ തീരുമാനിച്ചു. എങ്ങനെയാണ് അത് ഇൻക്ലൂഡ് ചെയ്യുക? അത് വളരെ സിമ്പിളായിട്ട് ഒരു APIയോ ജാവാസ്ക്രിപ്റ്റോ വെച്ച് എംബഡ് ചെയ്യാം. അതാണ് ഈ ടോക്കണിൻ്റെ മറ്റൊരു സവിശേഷത, അതായത് ഈസി എംബഡിങ് ടു എക്സിസ്റ്റിംഗ് ഗെയിംസ്. അപ്പോൾ വെബ് 2-ലുള്ള ഒരു എക്സിസ്റ്റിംഗ് ഗെയിംസിലേക്ക് വരെ ജി ഷിബയുടെ ടോക്കൺ ഈസി ആയിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു. അപ്പോൾ നാച്ചുറലി എന്ത് സംഭവിക്കും? PUBGയുടെ ഹോൾഡേഴ്സ് മുഴുവൻ ഈ ഒരു ടോക്കൺ നോട്ടീസ് ചെയ്യുകയും ഈ ടോക്കണിന് ഒരു അപ്രീസിയേഷൻ കിട്ടും. അതേസമയം ഷിബ ഇനു ഹോൾഡേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ കൂട്ടം ഇൻവെസ്റ്റേഴ്സ് കമ്മ്യൂണിറ്റിയിലേക്ക് ആഡ് ആവുകയും ചെയ്തു. അങ്ങനെ ഗെയിമേഴ്സിനും കമ്മ്യൂണിറ്റിക്കും വിൻ വിൻ ആയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഓപ്പൺ ഗ്രാഫ് പ്രോട്ടോക്കോൾ തുറന്നു കൊടുക്കുന്നത്. പിന്നെ ഇത് ഒരു ഗെയിമിൽ മാത്രമല്ല എംബഡ് ചെയ്യാൻ പറ്റുക. നമുക്ക് ഇതേ കോൺസെപ്റ്റ് വേറൊരു ഗെയിമിലേക്ക് അപ്ലൈ ചെയ്യാം. ജി ഷിബ എന്നുള്ള കോയിൻ ഓൾറെഡി ഉണ്ടാക്കി കഴിഞ്ഞു. ഇനി പിന്നീട് വേറെ ഒരു ജി ഷിബ ഉണ്ടാക്കാൻ പറ്റില്ല. അതായത് ഒരു മെയിൻ കോയിന് ഒരേ ഒരു ഗെയിം കോയിൻ. പക്ഷേ ഇപ്പുറത്ത് മൾട്ടിപ്പിൾ ഗെയിം കമ്മ്യൂണിറ്റിയിലേക്ക് ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്യാം. ഇപ്പോൾ PUBGയിലേക്ക് ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന കാര്യം നമ്മൾ പറഞ്ഞു. അപ്പോൾ PUBGയുടെ കമ്മ്യൂണിറ്റി ഉള്ള കുറച്ച് പേരെ നമ്മൾ എടുത്തു. ആ ഒരു ഗെയിം വളരെ രസമായിട്ട് പോവുകയാണ്. അപ്പോഴാണ് ഷിബ ഇനു കമ്മ്യൂണിറ്റി നെക്സ്റ്റ് എക്സ്പാൻഷനെ കുറിച്ച് ചിന്തിക്കുന്നത്. അപ്പോൾ ഡെഫിനറ്റ്ലി കോൾ ഓഫ് ഡ്യൂട്ടി എന്നുള്ള ഗെയിം ഡെവലപ്പേഴ്സിനെ കോൺടാക്ട് ചെയ്യുകയും അവർക്ക് ജി ഷിബ അതിൻ്റെ ഭാഗമാക്കുകയും ചെയ്യാം. അങ്ങനെ കമ്മ്യൂണിറ്റിക്ക് ഒരു പുതിയ മേഖലയിൽ കൂടി എക്സ്പാൻഷനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഈ പ്രോട്ടോക്കോൾ കൊടുക്കുന്നത്. അതേസമയം ഗെയിം ഡെവലപ്പേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ജി ഷിബ ഇൻ്റഗ്രേറ്റ് ചെയ്തു. അവർ തിരിച്ചറിഞ്ഞു ഇതൊരു നല്ല പ്രോട്ടോക്കോൾ ആണല്ലോ, ഇതുപോലത്തെ ടോക്കൺസ് ഇനിയും ഉണ്ടോ എന്ന്. അപ്പോഴായിരിക്കും അവർ ചിലപ്പോൾ പെങ്കു എന്നുള്ള ടോക്കണിനെ കാണുന്നതും അവരുടെ കമ്മ്യൂണിറ്റിയുമായി സംസാരിച്ച് ജി പെങ്കു ഇറക്കുന്നതും. അപ്പോൾ ഒരു ഗെയിമിൻ്റെ ഉള്ളിൽ മൾട്ടിപ്പിൾ ജി ടോക്കൺസ് വരികയും അതുപോലെ ഒരു കമ്മ്യൂണിറ്റിക്ക് മൾട്ടിപ്പിൾ ഗെയിംസിലേക്ക് ജി ടോക്കൺസ് ഇറക്കുകയും ചെയ്യാം. അങ്ങനെ ഈ കോയിൻസുകൾ പല പല ഗെയിംസിൻ്റെ ഉള്ളിൽ എംബഡഡ് ആവുകയും പല പല എക്സിസ്റ്റിംഗ് ഗെയിംസ് പല പല ടോക്കൺസുമായിട്ട് ടൈപ്പ് ആവുകയും ചെയ്യുമ്പോൾ ഒരു സൈഡിൽ ഗെയിംസിൻ്റെ പോപ്പുലാരിറ്റി കൂടും, മറ്റേ സൈഡിൽ
ടോക്കൻ്റെ പോപ്പുലാരിറ്റി കൂടും. അങ്ങനെ എല്ലാവർക്കും വിൻ വിൻ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനാണ് ഇവിടെ വരുന്നത്. ഒരു ടോക്കൺ കമ്മ്യൂണിറ്റിക്ക് പല പല ഗെയിമുകളിലൂടെ അവരുടെ ടോക്കൺ പ്രൊമോട്ട് ചെയ്യാം. അതുപോലെ തന്നെ ഒരു ഗെയിം ഡെവലപ്പർക്ക് അവരുടെ എക്സിസ്റ്റിംഗ് ഗെയിമിലൂടെ പല പല ടോക്കൺസിൻ്റെ ഭാഗമാവുകയും ചെയ്യാം. അതുകൊണ്ട് ഇറ്റ്സ് എ വിൻ വിൻ. ഇതാണ് ഓപ്പൺ ഗെയിം പ്രോട്ടോക്കോളിൻ്റെ പ്രധാന സവിശേഷത. എന്തുകൊണ്ടാണ് OGP ഒരു ഹോട്ട് നരേറ്റീവ് ആകാൻ സാധ്യതയുണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കുന്നത്? ഒന്നാമത്തെ കാരണം അതിൻ്റെ ഫൗണ്ടറായ ജസ്റ്റിൻ വാൾട്ടർ എന്ന് പറയുന്നത് സിങ്കയുടെ കോ ഫൗണ്ടറാണ്. സിങ്ക എന്നുള്ള കമ്പനിയാണ് ഫാം വില്ലി, സിറ്റി വില്ലി എന്നുള്ള ഹിറ്റ് ഗെയിംസ് ഫേസ്ബുക്കിൽ ഇറക്കിയിട്ടുള്ളത്. അതുകൊണ്ട് അവർ ചെയ്യുന്ന പണി എന്താണെന്ന് അവർക്ക് 100% അറിയാം. അത് മാത്രമല്ല, ചെറിയ എന്തെങ്കിലുമൊക്കെ വർക്ക് കാണിച്ച് സ്കാം ചെയ്യേണ്ട ആവശ്യവും അതിൻ്റെ ഫൗണ്ടേഷനില്ല. ദേ ആർ വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആൻഡ് നോൺ ഫോർ ദെയർ വർക്ക്. രണ്ടാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് നേരത്തെ സൂചിപ്പിച്ച പോലെ കമ്മ്യൂണിറ്റികൾക്കും ഗെയിം ഡെവലപ്പേഴ്സിനും ഒരുപോലെ ഒരു വിൻ വിൻ ഓപ്പർച്യൂണിറ്റിയാണ് ഇത് കൊടുക്കുന്നത്. മൂന്നാമത്തെ പ്രത്യേകത, എക്സിസ്റ്റിംഗ് ഗെയിംസിലും ബ്ലോക്ക് ചെയിൻ ഇൻ്റഗ്രേഷൻ ചെയ്യാം. അതായത് Web 2 ഗെയിമിങ്ങിലും Web 3യുടെ എലമെൻറ്റ് ഇൻക്ലൂഡ് ചെയ്യുകയും അത് തമ്മിലുള്ള ഗ്യാപ്പ് ബ്രിഡ്ജ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. പിന്നെയുള്ള പ്രത്യേകത എന്ന് പറയുന്നത്, ഒരു എക്സിസ്റ്റിംഗ് കമ്മ്യൂണിറ്റിക്ക് വളരെ ഫേമസ് ആയിട്ടുള്ള മീം കോയിൻസിന് വരെ ഈസി ആയിട്ട് ടോക്കൺസ് ഇറക്കാമെന്നുള്ളതാണ്. ഇറ്റ്സ് വെരി സിമ്പിൾ. അതായത് നമ്മുടെ pump.fundലൊക്കെ ഒരു മീം കോയിൻ ഇറക്കുന്ന ലാഘവത്തോടെ ഒരു ഗെയിമിംഗ് ടോക്കൺ ഉണ്ടാക്കുകയും പല പല ഗെയിമിൻ്റെ ഭാഗമാകാൻ പറ്റുകയും ചെയ്യും. അതാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത. ഇത്രയും കാരണങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ ഇത് ഭാവിയിൽ ഒരു നല്ല നരേറ്റീവ് ആകാൻ സാധ്യതയുണ്ട്. ക്രിപ്റ്റോയിൽ നല്ലൊരു ഹോട്ട് ട്രെൻഡ് ആവാൻ സാധ്യതയുള്ള ഒരു പ്രോട്ടോക്കോളിനെ കുറിച്ച് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കിയില്ലേ? ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ പ്രോട്ടോക്കോളിൽ ഇറങ്ങുന്ന കോയിൻസിനെ കുറിച്ച് കറക്റ്റായിട്ട് ഒബ്സർവ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ആ കോയിനുകളെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ് കിട്ടുന്നത് എവിടെയാണ്? ഒന്നാമത്തെ സ്ഥലം നമ്മുടെ ടെലിഗ്രാമിലാണ്. കാരണം നമ്മളെല്ലാവരും ഇതിനെക്കുറിച്ച് കണ്ടിന്യൂസ്ലി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഉടനെ തന്നെ നമ്മുടെ ടെലിഗ്രാമിൽ ജോയിൻ ചെയ്യുക. പിന്നെ ഇത്തരത്തിലുള്ള പുതിയ നരേറ്റീവുകൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ പ്ലീസ് ലൈക്ക് ദിസ് വീഡിയോ ആൻഡ് സബ്സ്ക്രൈബ് ടു ദിസ് ചാനൽ. അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്കും അയച്ചു കൊടുക്കുക. പുതിയൊരു വീഡിയോയുമായി വരുന്നവരെ സൈനിങ് ഓഫ്. ഫെബിൻ ആൻഡ്രൂസ്.